ഹലോ, സെയിൽ വീഡിയോ ആണ് കേട്ടോ. നമുക്ക് 2-3 ദിവസം മുന്നേ തന്നെ ഈ ഒരു സെയിൽ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചതാണ്, പക്ഷെ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ വളരെ സന്തോഷത്തിൽ വോയിസൊക്കെ ചെയ്തിടാൻ പറ്റിയൊരവസ്ഥയിലും അല്ല. എൻ്റെ വീട്ടിലൊരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായിട്ടോ. അപ്പോൾ എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ അമ്മ അനിയത്തിയൊക്കെ അവിടെയാണ്. എനിക്കും ചെറുതായിട്ട് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉള്ള ഒരാളായതുകൊണ്ട് എപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു ആളല്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബും ഞാൻ തിരഞ്ഞെടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാനാണ് പുറത്തുള്ള ഒരാൾ. എൻ്റെ വീട്ടിൽ കറക്റ്റായിട്ട് ജോലിയൊക്കെ ചെയ്തിട്ട് വീടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മ അനിയത്തിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫിനാൻഷ്യലി അവർ ചെറുതായിട്ടെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് എനിക്കാണ്. അപ്പോൾ ഞാൻ സെയിൽ പോസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു. അത് ഇടാനുള്ളൊരു മാനസികാവസ്ഥയെ പോലും ഇല്ല. നമുക്കറിയാം, നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് ചെറുതായിട്ട് എന്തെങ്കിലും സംഭവിച്ചപ്പോലും നമുക്ക് വളരെ ഡൗൺ ആയി പോകും അല്ലേ. അപ്പോൾ അതേ ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇത്രയും പറയാൻ കാര്യം വേറൊന്നുമില്ല. ഒരുപാട് മെസ്സേജ്, ഒരു 100 കണക്കിന് മെസ്സേജ് എൻ്റെ ഫോണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും കാണുന്നത്, അതായത് അവരുടെ ചാറ്റ് പോലും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല, അല്ലാണ്ട് വാട്സപ്പ് എടുക്കുമ്പോൾ കാണുന്നത് പ്ലീസ് റിപ്ലൈ മീ, എന്താണ് നിങ്ങൾ മെസ്സേജ് നോക്കാത്ത, ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. നമുക്ക് ഒരു ഓർഡർ എടുക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ല കേട്ടോ ഇപ്പോഴും. പിന്നെ ഓർഡർ എടുക്കില്ലെന്നല്ല, എനിക്ക് ഫിനാൻഷ്യലി ശരിക്കും സെയിൽ ഇപ്പോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫാമിലിയിലാണെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കതിനുള്ള സമയം കിട്ടിയിട്ടില്ല. ഈ ഒരു സെയിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾ ചിലപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ കുറച്ച് ആയിട്ടായിരിക്കും ഞാൻ റിപ്ലൈ തരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ഒരു അത്യാവശ്യമൊക്കെ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു റീസൺ, അതിൻ്റെ ഉള്ളൊരു മെയിനായിട്ടുള്ള കാരണം നിങ്ങൾ അറിയിക്കാനാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും. ഒത്തിരി ആളുകളുണ്ട് അങ്ങനെ, നമ്മളെ റിപ്ലൈ കിട്ടാണ്ടാകുമ്പോൾ നമ്മളോട് ദേഷ്യം പെട്ട് മെസ്സേജ് അയക്കുന്ന കസ്റ്റമേഴ്സ് വരെ ഉണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് സെയിൽ പോസ്റ്റിലോട്ട് പോകാം. ഞാൻ ആദ്യം തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഓറഞ്ച് ക്ലൈമ്പിംഗ് റോസ് ആണ് കേട്ടോ. നിങ്ങൾക്കറിയാം, ഒത്തിരി വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഗാർഡനിൽ നിന്ന് ഒത്തിരി പോകുന്നൊരു പ്ലാന്റാണ്. അതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ആളുകളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇതിൻ്റെ നോർമൽ സൈസ് പ്ലാന്റ് വേണം എന്നുള്ളത്. ഒരുപാട് പേര് മദർ പ്ലാന്റിൻ്റെ റേറ്റിന് പറ്റാഞ്ഞിട്ട് നോർമൽ സൈസ് പ്ലാന്റ് വാങ്ങുന്നവരും ഉണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നേക്കുന്ന മദർ പ്ലാന്റ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് 220 രൂപയാണ് കേട്ടോ. നമ്മൾ 150 രൂപയ്ക്ക് ഇതിൻ്റെ മദർ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. അതിനേലും വലിയ പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ 220 രൂപ പ്ലസ് CC ആണ് ഇതിൻ്റെ മദർ പ്ലാന്റിന് വരുന്നത്. പിന്നെ സൈസ് അനുസരിച്ചിട്ട് അതിൻ്റെ വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് വരെ ഉണ്ട് കേട്ടോ, വലിയ പ്ലാന്റ്സുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ നോർമൽ സൈസ് പ്ലാന്റ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് 120 രൂപയ്ക്കാണ്. അപ്പോൾ ഇത് പറയാനൊരു കാരണമുണ്ട്. ഒത്തിരി കസ്റ്റമേഴ്സ് മെസ്സേജ് അയച്ചിട്ട് പ്ലാന്റിൻ്റെ, അതായത് മദർ പ്ലാന്റ് വീഡിയോ ഒക്കെ തന്നെയാണ്, അതിൽ തന്നെ ഞാൻ കൊടുക്കാറുണ്ട്. പ്ലാന്റിന് സൈസ് അനുസരിച്ച് വിലയുണ്ടാവും കേട്ടോ, CC വരും കേട്ടോ എന്നൊക്കെ അതിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ആഗ്രഹം കൊണ്ടായിരിക്കാം പ്ലാന്റ്സ് ചോദിച്ചിട്ട് ഇത്രയും റേറ്റ് ആണോ, 150 രൂപയൊക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയുന്നവരുണ്ട്. ഈ 150 രൂപയുടെ പ്ലാന്റും മദർ പ്ലാന്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ്സ് ഒന്നും 150 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ കൊറിയർ തന്നെ ചിലപ്പോൾ 150 രൂപയായിരിക്കും കൊറിയർ ചാർജ് ഒരു പ്ലാന്റിൻ്റെ. ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് അയക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മദർ പ്ലാന്റ് തന്നെ വാങ്ങണമെന്നില്ല. കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നുന്നതുകൊണ്ടാണല്ലോ നിങ്ങളത് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ പ്ലാന്റ് വാങ്ങിയാലും 2 പ്ലാന്റും പിടിച്ചു കിട്ടുന്ന പ്ലാന്റ് തന്നെയാണ്. പക്ഷേ ചെറിയ പ്ലാന്റ്സുകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം കൊറിയർ വഴി അയക്കുമ്പോൾ റിസ്ക് ആണ്. എന്നാൽ മദർ പ്ലാന്റിനും 100% ഉറപ്പ് പറയുന്നില്ല. എല്ലാത്തിനും റിസ്ക് ഉണ്ട്. ലൈഫ് പ്ലാന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ വാങ്ങുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഓരോ വെറൈറ്റി അനുസരിച്ചും അതിന് റേറ്റ് വരും കേട്ടോ. നമ്മളിപ്പോൾ സാധാരണ സെയിൽ ചെയ്യുന്ന ബട്ടൺ റോസ്, വൈറ്റ് ബട്ടൺ റോസ്, കാശ്മീർ റോസ്, ഇതൊക്കെ നമ്മുടെ ഗാർഡന് റേറ്റ് കുറവ് തന്നെയാണ്. അതൊന്നും ഞാൻ വീഡിയോ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. നമ്മുടെ ഗാർഡനിൽ അവൈലബിൾ ആയിട്ടുള്ള റോസാണ്. എല്ലാത്തിനും ഞാൻ വീഡിയോ ചെയ്യാറില്ല. ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്, പക്ഷേ കലാത്തി, അഗ്ലോണിമ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാറില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ അങ്ങനെ എപ്പോഴും വീഡിയോ ചെയ്യുന്നത്? ഞാൻ ചെയ്യാറില്ല. കാറ്റലോഗ് നോക്കിയാണ് ആളുകൾ ഓർഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഈ ചെറിയ റോസുകൾ പബ്ലിസിറ്റിക്ക് അങ്ങനെ കൊടുക്കാറില്ലെന്നേ ഉള്ളൂ. നമ്മുടെ ഗാർഡനിൽ അവൈലബിൾ ആണ്. 50 രൂപയ്ക്ക് വരെ റോസ് സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് വലിയ പ്ലാന്റ് മാത്രം കൊടുക്കുന്നവരാണെന്ന് ചിന്തിക്കരുത്. പക്ഷേ വെറൈറ്റികൾ വേണമെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ
വലിപ്പമുള്ള പ്ലാന്റ്സിലൊക്കെയാണ് വരുന്നത്. അതാണ് അവിടെ ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പ്ലാന്റ് കാണുമ്പോൾ ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അത് വലിയ സൈസ് ആയിരിക്കും ഉള്ളത്. അതുകൊണ്ടാണ് ആ റേറ്റ് പറയുന്നത് കേട്ടോ. വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും, കാരണം എൻ്റെ മൈൻഡ് ഒട്ടും ശരിയല്ല. ചിലപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞൊക്കെ പോകാം, നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഒത്തിരി ഭംഗിയുള്ള റോസാണ് ഈ ഓറഞ്ച് ക്ലൈമ്പിംഗ് റോസ്. നമ്മുടെ ഗാർഡനിലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വലിയ രീതിയിൽ വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല വലിപ്പത്തിൽ ഫ്ലവർ വെക്കണമെങ്കിൽ മാത്രം DAP മതി. അല്ലെങ്കിൽ ഇതേ കളറൊക്കെ ഗ്യാരണ്ടി ആണ് കേട്ടോ. ചില റോസുകളൊക്കെ വേറെ കളറിലൊക്കെ വിരിയുന്നതാണ്. ഇത് ഈ ഒരു കളർ ഗ്യാരണ്ടി കളറാണ്. ഈ ഒരു കളറിൽ തന്നെ വിരിഞ്ഞ് കിട്ടും. നല്ലൊരു ഓറഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 120ൻ്റെ പ്ലാന്റും അവൈലബിൾ ആണ്. ഞാൻ പ്ലാന്റ് സൈസ് കാണിച്ചു തരാം. മദർ പ്ലാന്റ്, ഒത്തിരി ആളുകൾക്ക് ഇതിൻ്റെ മദർ പ്ലാന്റ് വാങ്ങാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെ മദർ പ്ലാന്റ് വാങ്ങാൻ കഴിയാതെ വരുന്നവർക്കാണ് ഞാൻ 120 രൂപയുടെ ഈ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ഏത് പ്ലാന്റിൻ്റെയും ചെറിയ സൈസ് എടുക്കും കേട്ടോ. ചെറിയ സൈസ് ഞാൻ കൊണ്ടുവരാത്തത് ഈ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ്. നമുക്ക് പിടിച്ച് കിട്ടുമെന്ന് തോന്നുന്ന പ്ലാന്റ്സ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ 120ൻ്റെ പ്ലാന്റ് കൂടി കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സൈസിലാണ് 120ൻ്റെ പ്ലാന്റ്സ് വരുന്നത്. വളരെ കുറച്ച് പ്ലാന്റ്സ് കിട്ടുള്ളൂ. അത് മദർ പ്ലാന്റ് ആണെങ്കിലും 120ൻ്റെ നോർമൽ സൈസ് ആണെങ്കിലും വളരെ കുറച്ച് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചട്ടി റോസാണ് നമ്മൾ 120ന് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ മദർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ബാക്കിലിരിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ്സ്. ഈ പ്ലാന്റും അതെ ഹെൽത്തി ആയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് കണ്ടറിയാം. പിന്നെ ചിലതിലൊക്കെ ഫ്ലവർ ഉണ്ട്, ചിലതിലൊക്കെ മൊട്ടുകളൊക്കെ ആയിട്ടാണ് നമുക്ക് സെയിലിനായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓറഞ്ച് ക്ലൈമ്പിംഗ് റോസുകൾ സ്വന്തമാക്കാം. ഒത്തിരി ഭംഗി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഭംഗിയുള്ള റോസാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് അടുത്ത റോസ് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ പ്രീ ഓർഡറിൽ ഞാൻ കൊടുത്തിട്ടുള്ള അതിൽ കിട്ടുന്ന റോസുകളാണ് ഇത്. ഒരു മഞ്ഞയും റെഡും കലർന്ന ഒരു പ്ലാന്റ് കേട്ടോ. ഇതിൻ്റെ ഐഡിയ എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതിന് ഐഡിയ ഉണ്ട് കേട്ടോ, നല്ലൊരു പേര് ഇതിനുണ്ട്. അപ്പോൾ ഞാനത് പറയാൻ വേണ്ടി ഓർത്തു വെച്ചത്, പക്ഷെ ഇപ്പം എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇത് അത്യാവശ്യം കിട്ടാൻ കുറച്ച് പാടുള്ളതും ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സൊക്കെ കിട്ടാൻ പാടാണ്. അപ്പം നമ്മുടെ ഗാർഡനിൽ ഈ പ്രാവശ്യം ഒരു 3-4 പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഒത്തിരിയായി കിട്ടിയെന്നായിരിക്കും ഞാൻ പറയാൻ വന്നതെന്ന്. ഇത് വലിയ മദർ പ്ലാന്റ് തന്നെയാണ്. 3-4 പ്ലാന്റ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. പ്രീ ബുക്കിങ്ങിൽ ഈ പ്ലാന്റ് കാത്തിരുന്നവരുണ്ട്, അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഈ 3-4 പ്ലാന്റ് എന്ന് ഞാൻ പറഞ്ഞത്. കറക്റ്റ് എണ്ണം എനിക്കറിയില്ല. നിങ്ങൾ മെസ്സേജ് അയക്കുക, സ്റ്റോക്ക് ഔട്ട് ആണെങ്കിൽ ഞാൻ സ്റ്റോക്ക് ഔട്ട് ആണെന്ന് പറയാം. ഒത്തിരി മൊട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുന്ന അടിപൊളി പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതും ഈ ഒരു കളറിലൊക്കെ തന്നെയാണ് വിരിയുന്നത്. അത് അങ്ങനെ പറയാൻ കാര്യം, നാടൻ ബഡ്ഡിങ് റോസുകൾ നട്ട് കഴിയുമ്പോൾ ഒരു കളർ ചേഞ്ച് ഒക്കെ വരും. എന്നിട്ട് അവർ ഒത്തിരി പൂക്കളായി കഴിയുമ്പോഴാണ് കറക്റ്റ് ഒരു രീതിയിലോട്ട് എത്തുന്നത് കേട്ടോ. ആ കളറിൽ തന്നെ വിരിയും ഇവർ. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ കളർ ഞാൻ കാണിച്ചു തരാം. ഇതിൽ കുറച്ച് വിരിഞ്ഞു കഴിഞ്ഞ പൂക്കളൊക്കെയാണ് ഇതിൽ നിൽക്കുന്നത്. ഇത് വിരിയണ സമയത്തുള്ളൊരു കളർ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. പ്രീ ബുക്കിംഗ് ഉള്ള സമയത്തൊക്കെ ഒത്തിരി ആളുകൾ ഓർഡർ തന്നതാണ്. ഏകദേശം നമുക്ക് ഒരു 10 ഓർഡർ ഉണ്ടായിരുന്നു. 10 ഓർഡറും 5 ഓർഡറൊക്കെയാണ് പ്രീ ബുക്കിങ്ങിൽ നമ്മൾ വെറൈറ്റി അനുസരിച്ച് എടുക്കുന്നത്. ഇതിന് 10 ഓർഡർ നമുക്ക് ഉണ്ടായിരുന്നു. പല സമയങ്ങളിലായി കിട്ടിയതാണ് ഈ 10 ഓർഡർ കേട്ടോ. ഒരുമിച്ച് കിട്ടുന്നതൊന്നുമല്ല. അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയാണ് ഈ 3-4 പ്ലാന്റ്സ്. ആദ്യമായിട്ടാണ് ഇത്രയും ഈ പ്ലാന്റ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. ഈ ഒരു റെഡും മഞ്ഞയാണ്. ഇത് നന്നായിട്ട് വിരിഞ്ഞു പോയതാണ് ഈ കാണുന്നത്. ഈ ഒരു കളറാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് വിരിയുമ്പോൾ ഉള്ളൊരു ഒരു കറക്റ്റ് അതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത്. നല്ല ഭംഗിയുള്ള റോസുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങാം. ഇതൊക്കെ മദർ പ്ലാന്റ് ആണ്. ഞാൻ പിന്നെയും പറയുന്നു, റേറ്റ് ഉണ്ട്, കുഞ്ഞു പ്ലാന്റ്സ് അല്ല കേട്ടോ. കുഞ്ഞു പ്ലാന്റ്സ് കിട്ടുവാണെങ്കിൽ ഞാൻ അങ്ങനെ പറയും. ഇത് മദർ പ്ലാന്റ് ആണ്, അതനുസരിച്ച് CCയും ഉണ്ട്. ഈ മദർ പ്ലാന്റ് ഒക്കെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചിട്ടുള്ള മണ്ണ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ അയക്കുന്നത്. ഇതൊരു അടിപൊളി ഓറഞ്ച് റോസാണ്. അതായത് ഓറഞ്ച് കുറേ വെറൈറ്റികളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഓരോ ഓറഞ്ചും പ്രത്യേകം ഭംഗിയുണ്ട്. അപ്പോൾ ഇതൊരു ഓറഞ്ച് വെറൈറ്റി റോസാണ്. ഇതും മദർ പ്ലാന്റ് ആണ്. നമ്മുടെ മദർ പ്ലാന്റ് വീഡിയോ ആണ് കേട്ടോ ഇത്. ശരിക്കും ഓറഞ്ച് റോസ് ക്ലൈമ്പിംഗ് റോസിൻ്റെ നോർമൽ സൈസ് നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ലൊരു അടിപൊളി മദർ പ്ലാന്റ് ആണ്. ഈ ഒരു കളറിൽ തന്നെ ബട്ടൺ റോസ് ഓറഞ്ചിൻ്റെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പ്ലാന്റ്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഡിഫറൻസ് എന്താണെന്ന് ഇതിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് വലിയ ഫ്ലവറാണ്. മറ്റേത് ബട്ടൺ വെറൈറ്റി ടീ റോസ് ആണ് കേട്ടോ. ഹൈബ്രിഡ് ടീ റോസ് ആണ് ഇത് രണ്ടും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കളർ. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കളറാണിത്.
ഒരുപാട് ഭംഗിയുണ്ട്. അതിൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഓറഞ്ച് ക്ലൈമ്പിംഗ് റോസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെറൈറ്റി ഇഷ്ടമുള്ളവർക്ക് ഓർഡർ ചെയ്യാം. പ്രീ ബുക്ക് ചെയ്യേണ്ടവർക്ക് പ്രീ ബുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രീ ബുക്ക് ചെയ്യേണ്ട റോസും കൂടി പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രീ ബുക്കിംഗ് എന്ന് വെച്ചറിയാലോ, നേരത്തെ തന്നെ പണം അടച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം ഇതൊന്നും ഒത്തിരി സ്റ്റോക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പ്രീ ബുക്ക് വീഡിയോ എന്ന് പറയുന്നത്, പ്രീ ബുക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ. ഇത് നമുക്ക് ചെറിയ ചെറിയ പൂക്കൾ തരുന്ന ഒരു ബട്ടൺ റോസ് ഹൈബ്രിഡ് ടീ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ച് പ്ലാന്റ് ആണ്. ഇത് പെട്ടെന്ന് പൂക്കളൊന്നും കൊഴിഞ്ഞു പോകുന്ന വെറൈറ്റീസ് അല്ല കേട്ടോ. അടുത്തത് ഈ ഒരു ബട്ടൺ റോസ് ആണ് കേട്ടോ. ഇതിൽ നിന്നൊരു പൂവ് പറിച്ചെടുത്താണ് ഞാൻ. നിങ്ങൾ നോക്കുക, കളർ ചേഞ്ച് ആയേക്കുന്നതുണ്ടോ. കൊഴിയാറായ ഫ്ലവറാണ്. കൊഴിയാറായി എന്നും പറയാൻ പറ്റില്ല, ആ ഫ്ലവർ ഇപ്പോഴും കൊഴിഞ്ഞും പോയില്ല. ഇതാണ് ഈ ഒരു കളറിൽ തന്നെ ഒത്തിരി ദിവസങ്ങൾ നിന്ന് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ അതിൽ നിന്ന് പൊട്ടിച്ചെടുത്ത ആ ഒരു ഫ്ലവറിലോട്ടായി മാറുന്നത്. നല്ല അടിപൊളി റോസ്, ബട്ടൺ റോസ് ആണ് ടീ കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടാകുന്ന ഹൈബ്രിഡ് ടീ വെറൈറ്റി റോസാണ്. നല്ല കളറാണ്. ഇത് അടുത്തിരിക്കുന്നത് മറ്റൊരു കളറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം. അടുത്തത് ഈ ഒരു ബ്ലാക്ക് റോസ് ആണ്. നമ്മൾ സാധാരണ എപ്പോഴും സെയിൽ ചെയ്യുന്ന ബ്ലാക്ക് റോസ് അല്ല, കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇതിന് ഒരു നാടൻ ബഡ്ഡിങ്ങിലാണിത് വന്നിട്ടുള്ളത്. ഒരു നാടൻ വെറൈറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡൊക്കെ വന്നിട്ട്, ഇനി ഇത് ശരിക്കും ഇതൊരു ഡയറക്റ്റ് കാണുമ്പോൾ നല്ലൊരു ഡാർക്ക് മെറൂൺ കളറാണിത്. പക്ഷേ ഇത് ബ്ലാക്ക് റോസ് ആയിട്ടാണ്. നമുക്ക് ബ്ലാക്ക് റോസും ഈ ഒരു കളറിൽ തന്നെയാണല്ലോ. പക്ഷേ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇത്. നമ്മൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് സാധാ സെയിൽ ചെയ്യുന്ന ബ്ലാക്ക് റോസ് അല്ല. നമ്മൾ ബ്ലാക്ക് റോസ് സെയിൽ ചെയ്യാറുണ്ട്. ബ്ലാക്കിൽ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ സ്ട്രൈപ്സ് വരുന്ന ബ്ലാക്ക് അബ്രാക്കാഡബ്ര റോസ് നമ്മൾ സെയിൽ ചെയ്യാറുണ്ട്. ഇത് വേറൊരു ടൈപ്പാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഗാർഡനിൽ വരുന്നത്. ആൾ നല്ല സുന്ദരിയായിട്ടുള്ള റോസാണ്. അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് സൈസ് ഇത്രയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു സൈസാണ്. അപ്പോഴും ചിന്തിക്കുക, ഇതൊരു കുഞ്ഞു കവർ റോസൊന്നും അല്ല. ഇത് നമ്മൾ പോട്ടിൽ നല്ല വേരൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ടുള്ള നല്ല അടിപൊളി റോസാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം. നല്ല പ്രീ ഓർഡർ ഉണ്ട് കേട്ടോ ഇതിന്. നല്ല അടിപൊളി പ്ലാന്റ് ആണ്. ഇതിൻ്റെയൊക്കെ നോർമൽ സൈസ് എന്ന് പറയാനായിട്ട് ചെറിയ കവർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 5 കിലോ മണ്ണിൽ കവറിലൊക്കെ വരുന്നതാണെങ്കിൽ അതൊരു നല്ല പ്ലാന്റ് ആണെന്ന് പറയാം. പക്ഷേ ഇത് ഒട്ടും ഇതില്ലാത്ത കുഞ്ഞു കവർ റോസുകളൊക്കെ ഒരിക്കലും അങ്ങനെ അത്ര സേഫ് അല്ല കേട്ടോ വാങ്ങാനായിട്ട്. പിടിച്ച് കിട്ടുന്നവരുണ്ട്. ഇന്നലെ ഡയറക്റ്റ് നഴ്സറിയിൽ നിന്നൊക്കെ അങ്ങനെയുള്ള കവർ റോസൊക്കെ ഡയറക്റ്റ് നഴ്സറികളിൽ പോയി വാങ്ങിയിട്ട് നടുന്നതായിരിക്കും ഇവിടെ നല്ല കൊറിയർ വഴി വാങ്ങുന്നതിനേക്കാളും. ഇനി അടുത്തത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റൊക്കെ ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്ക് അത്രയും ഒരു ഇത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഞാൻ നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ എടുത്ത സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ തെളിഞ്ഞു പോകുന്നത് എന്തൊക്കെ പറയണം എന്നുള്ളത്. കാരണം അത്രയും ഇതിൽ ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ്. നമ്മുടെ പർപ്പിൾ റോസിൻ്റെ ട്രീ പോലെ അത്രയും വലിപ്പത്തിലുള്ള പ്ലാന്റാണ്. മദർ പ്ലാന്റിൻ്റെ ബിഗ് സൈസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയ പ്ലാന്റ് നമുക്ക് കിട്ടുന്നത്. ഇത്രയും വലിപ്പമുള്ള 2-3 പ്ലാന്റ് ഉണ്ട് കേട്ടോ. പിന്നെ അതല്ലാതെയുള്ള മദർ പ്ലാന്റും അവൈലബിൾ ആണ്. പർപ്പിൾ റോസ് ഒരുപാട് ആളുകൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പം മേടിക്കുന്നുണ്ട്. ഞാൻ പറ്റുന്ന പോലെ പ്ലാന്റ്സ് ചില സമയത്ത് ഓഫറിലൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പം നമുക്ക് ഓഫറിലല്ല പോകുന്നത്. ഈ ഒരു പ്ലാന്റ് നിങ്ങൾ നോക്കാം കേട്ടോ. ആ പർപ്പിൾ റോസ് ഫ്ലവറിൻ്റെ ചുറ്റും എത്ര മുട്ടുകളുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം കണ്ട സമയത്തൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഈ പ്ലാന്റ്. അതുപോലെ പർപ്പിൾ റോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപാര സുഗന്ധമാണ്. ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറ്, അത് പോരാഞ്ഞ് ഇത്രയും നല്ല സുഗന്ധം തരുന്ന ഒരു ക്ലൈമ്പിംഗ് റോസ്. ഇതൊരു ക്ലൈമ്പിംഗ് റോസാണ് കേട്ടോ. ഇത് അടിപൊളിയായിട്ട് വലിയ റോസാ ചെടി ആവുന്ന ഒരു ഇതാണ് ഈ പർപ്പിൾ റോസ്. ഇതിന് 150-നൊക്കെ ഞാൻ സെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നോർമൽ സൈസ്. അതിൻ്റെ പ്ലാന്റ് കുറച്ച് പേർക്കും കൂടി കിട്ടാനുണ്ട്. നിങ്ങൾക്ക് അയക്കാട്ടോ. കാരണം ഇപ്പോൾ എനിക്ക് പാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. ഇന്ന് പാക്കിംഗ് ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ വോയിസ് കൊടുത്ത് ഞാൻ ഇപ്പോൾ വീട്ടിലാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വീണ്ടും ഹോസ്പിറ്റലിലോട്ടൊക്കെ പോകണം. അപ്പോൾ ഞാൻ എന്തായാലും ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വീക്കിൽ തന്നെ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ പ്ലാന്റ്സ്. എന്തായാലും സമയം കണ്ടെത്തി അയച്ചു തരും. അപ്പോൾ അടിപൊളി പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഒത്തിരി പ്ലാന്റ്സ് എടുത്തിട്ടുണ്ട്. അതിലുള്ള സൈസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് പർപ്പിൾ റോസിൻ്റെ നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചിലർ വീഡിയോയിൽ വലുതായിട്ടാണല്ലോ കാണുന്നതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിലും വലിപ്പമുണ്ട് കേട്ടോ ശരിക്കും ഡയറക്റ്റ് ഈ പ്ലാന്റൊക്കെ കാണുമ്പോൾ. പിന്നെ പൂക്കളോടുകൂടി അയച്ചു തരണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് അയച്ചു തരുന്ന ദിവസം വരെ
നിൽക്കുന്നതല്ലല്ലോ അതിൽ. അയക്കുന്ന സമയത്ത് ഫ്ലവർ ഉണ്ടെങ്കിൽ മാക്സിമം ആ ഫ്ലവർ കൊഴിഞ്ഞു പോകാത്ത രീതിയിലൊക്കെ അടിപൊളിയായിട്ടൊക്കെ പാക്ക് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് അത്രയും സന്തോഷമാണ് നിങ്ങൾക്ക് ആ പൂക്കളോട് കൂടി തരുമ്പോൾ. പക്ഷെ നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ആ പൂവൊന്നും അതിൽ അങ്ങനെ വെക്കാൻ പറ്റില്ല, കട്ട് ചെയ്ത് കളയാതെ വെക്കാൻ പറ്റില്ല. പ്ലാന്റിന് ഇതാണ് ബുദ്ധിമുട്ടുണ്ടാക്കും ആ ഫ്ലവർ. ഫംഗസ് ഒക്കെ അത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, പെറ്റൽസ്. അതാണ് കേട്ടോ പറയുന്നത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, കൊറിയർ അയച്ചു കഴിഞ്ഞ് സ്ലിപ്പ് കിട്ടിയ ഉടനെ ട്രാക്ക് ചെയ്ത് വാങ്ങണം കേട്ടോ. 3-4 ദിവസമൊക്കെ കഴിഞ്ഞിട്ടല്ല പ്ലാന്റ്സ് അന്വേഷിക്കേണ്ടത്. സ്ലിപ്പ് കിട്ടിയ പിറ്റേ ദിവസം തന്നെ പ്ലാന്റ് കൈപ്പറ്റാനായിട്ട് ശ്രമിച്ചോളാം. നിങ്ങൾ ട്രാക്ക് ചെയ്തൊക്കെ വാങ്ങാൻ ശ്രമിക്കണം കേട്ടോ. ഇനി ഇതൊക്കെയാണ് നമ്മുടെ മദർ പ്ലാന്റിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ട് പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോർമൽ സൈസ് പ്ലാന്റ് ഉണ്ട് കേട്ടോ. പർപ്പിൾ റോസൊക്കെ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് നോർമൽ സൈസ് ഉണ്ട്. 150ൻ്റെ പ്ലാന്റ് ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വീഡിയോയിൽ ഇപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ചിന്തിക്കുന്ന ഈ ഒരു വലിപ്പത്തിൽ തന്നെ ഉള്ളൂ പ്ലാന്റ്സ് എന്നാണ്. ചെറിയ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അതും സെയിൽ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. പർപ്പിൾ റോസിൻ്റെ നോർമൽ സൈസ് പ്ലാന്റ് ഉണ്ട്. അതനുസരിച്ച് മദർ പ്ലാന്റ് കളക്ട് ചെയ്യുന്നവരുണ്ട്. കൂടുതലും ആളുകൾക്ക് ഇതൊക്കെ ഇത്രയും വലിപ്പത്തിൽ റോസുകൾ കിട്ടുമ്പോൾ വലിയ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് ഒക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഒരുവിധം കട്ട് ചെയ്തൊക്കെ നിങ്ങൾ നിർത്തണം കേട്ടോ. അപ്പോൾ പുതിയ തളിരുകളൊക്കെ പെട്ടെന്ന് ഉണ്ടാവും. അടിപൊളി റോസാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും പർപ്പിൾ റോസ് ഇല്ലാത്തവർ എന്താണെങ്കിലും വാങ്ങണം. അത്രയും അടിപൊളി റോസാണ് കേട്ടോ ഇത്. എനിക്കതിൻ്റെ കളറാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത്. കളറും അതിൻ്റെ ആ ഒരു ഗന്ധം നമ്മുടെ നാടൻ പനിനീർ റോസിൻ്റെ സുഗന്ധം അല്ല കേട്ടോ, വേറൊരു ഗന്ധമാണ് ഈ റോസിനുള്ളത്. ഇനി അടുത്തത് അഭിസാരിക റോസാണ്. അഭിസാരിക റോസിൻ്റെ ഒരു മദർ പ്ലാന്റ് നാടൻ വെറൈറ്റിയാണ്. നമ്മൾ ഇതിൻ്റെ ഒരു ക്രീപ്പർ വെറൈറ്റി ഇതിനു മുന്നേ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതതിൻ്റെ ക്രീപ്പർ പ്ലാന്റ് അല്ല, അല്ലാതെയുള്ള പ്ലാന്റ് ആണിത്. നമ്മുടെ ഇന്ത്യൻ വെറൈറ്റിയാണ് അഭിസാരിക എന്ന് പറയുന്ന റോസ്. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അടിപൊളി റോസാണ്. അതിൻ്റെ ഒരു പ്ലാന്റാണ് കിട്ടിയിട്ടുള്ളൂ. എന്ത് ചെയ്യാം, നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് ഒന്നും കിട്ടിയില്ല. ഒരു പ്ലാന്റാണ് കിട്ടിയിട്ടുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. പിന്നെ നാടൻ റോസുകളൊക്കെ നാടൻ ആയിട്ടുള്ള ഭംഗിയാണ് കേട്ടോ അവർക്ക്. ഈ ക്ലൈമ്പിംഗ് റോസ് അയച്ചു തരുമ്പോൾ ചിലപ്പോൾ അതിൽ ഇലകൾ കുറവായിരിക്കും. അപ്പോൾ അത് റോസ് ഞാൻ അയച്ചു തരുന്നതിൻ്റെ ഒരു കുഴപ്പമല്ല കേട്ടോ. മിനിയേച്ചർ ടൈപ്പ് ഉണ്ട്, ബുഷി ആയിട്ട് വരുന്നുണ്ട്, ക്ലൈമ്പിംഗ് ഉണ്ട്, ക്രീപ്പർ ഉണ്ട്. അതിൽ ക്ലൈമ്പിംഗ് റോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് പൂവുണ്ടാകുന്ന സ്ഥലത്താണ് ഒത്തിരി ഇലകളൊക്കെ ഉണ്ടാവുന്നത്. ഇലകൾ അവർ കൊഴിച്ചു കളയും. നമ്മുടെ വീട്ടിൽ തന്നെ കണ്ടാൽ അറിയാം. നിങ്ങൾ പനിനീർ റോസൊക്കെ പടർന്ന് കയറിയിട്ടുണ്ടെങ്കിൽ താഴ്ഭാഗമൊക്കെ വെറുതെ വള്ളി പോലെ പോയിട്ട് മുകളിലായിരിക്കും ഒരുപാട് ഇലകളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ക്ലൈമ്പിംഗ് റോസ് അങ്ങനെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇലകൾ കൊഴിച്ചു കളയുന്ന റോസുകളൊക്കെ ഉണ്ട്. ചില റോസുകൾ മാത്രമാണ് അയച്ചു കഴിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഇലകളോടുകൂടി തന്നെ നിൽക്കുന്നത് കേട്ടോ. ഈ അഭിസാരിക റോസൊക്കെ പക്കാ നാടൻ വെറൈറ്റിയാണ്. അപ്പോൾ കണ്ടോ, നിങ്ങൾ ഇലകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം അല്ലെ, ഒരു നാടൻ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ ഇത്ര നേരം കണ്ട റോസിൻ്റെ ഒരു ഇല പോലെയല്ല ഇവരിയ്ക്കുന്നത് കണ്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു, അപ്പോൾ അതൊന്നും നാടനൊന്നല്ല, എല്ലാം നാടൻ ബഡ്ഡിങ്ങിൽ വരുന്ന ഓരോ റോസും ഓരോ വെറൈറ്റിയിലാണ് വരുന്നത്. അഭിസാരിക ഒരു ഇന്ത്യൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റോസാണ് കേട്ടോ. ഇത് ഇന്ത്യൻ ആണെന്ന് പറയാൻ കാര്യം നമ്മൾ കൂടുതലും ഫോറിൻ ആയിട്ടുള്ള, അതായത് പുറത്ത് ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള റോസ് പ്ലാന്റ്സ് ഒക്കെയാണ് കൂടുതലും നമ്മുടെ നാടൻ ബഡ്ഡിങ്ങിൽ വന്നിട്ട് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് അഭിസാരിക ഒരു ഇന്ത്യൻ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ. ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള റോസ്, ഇത്രയും ഭംഗിയുള്ള റോസ്. അപ്പോൾ അഭിസാരിക കുറച്ചും കൂടി പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പ്രീ ഓർഡർ ഉണ്ട് കേട്ടോ, പ്രീ ബുക്കിംഗ് ഉള്ളതാണ്. അഭിസാരികയുടെ നോർമൽ സൈസ് പ്ലാന്റ്സ് ഒക്കെ എന്ന് വെച്ചാൽ സെയിൽ നടക്കുന്നുണ്ട്. കാരണം ഞാൻ ഓൺലൈൻ വഴി പ്ലാന്റ്സ് ഇപ്പോഴും വാങ്ങുന്നത്. ഞാനൊരു റോസ് വളർത്തുന്നുണ്ടെങ്കിലും സെയിൽ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കിഷ്ടപ്പെട്ട പ്ലാന്റ്സ് റോസ് എന്നല്ല, ഏത് പ്ലാന്റ് ആണെങ്കിലും ഇപ്പോഴും മറ്റുള്ള ഓൺലൈൻ വഴിയൊക്കെ വാങ്ങുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അഭിസാരിക റോസിൻ്റെ നോർമൽ സൈസ് പ്ലാന്റ് ഒക്കെ സെയിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പോൾ മദർ പ്ലാന്റ് അല്ല, നോർമൽ സൈസ് കിട്ടിയാൽ പോലും നിങ്ങൾ വാങ്ങി നടുക. കാരണം നമ്മളൊരു ഇന്ത്യൻ വെറൈറ്റി അല്ലേ. അപ്പോൾ ഇത്ര നേരം നമ്മളൊരു ഇന്ത്യൻ വെറൈറ്റി ആണല്ലേ കണ്ടത്. ഞാൻ അടിപൊളിയായിട്ടുള്ള റോസാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഒരു ഡച്ച് റോസാണ് കേട്ടോ. ലാ പേള എന്നാണ് ഇതിനെ പറയുന്നത്. പക്ഷേ ഇതിനൊരു നല്ലൊരു സയൻറ്റിഫിക് നെയിം ഉണ്ട്. ഒരു നല്ലൊരു ഐഡിയ ഉള്ളൊരു റോസ് പ്ലാന്റ് ആണ്. അപ്പോൾ ഫ്ലവർ ഇപ്പം തന്നെ വരും കേട്ടോ. ഞാൻ താഴ്ഭാഗം കാണിച്ചത് തളിരൊക്കെ വരുന്നുണ്ട്, അതാണ് ഞാൻ കാണിച്ചിരുന്നത്. അടിപൊളി വെറൈറ്റിയാണ്. ഗ്രീൻ കളറാണ് കേട്ടോ. പിസ്ത ഗ്രീനും പിങ്കും കൂടി ചേർന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ്. റോസ റുഗോസ ഹോളൻറ്റിക്ക. അടിപൊളി പേരാണല്ലേ, റോസ റുഗോസ ഹോളൻറ്റിക്ക. അപ്പം അങ്ങനെയാണ് ഈ റോസിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഐഡി വരുന്നത്. ഇത് ലാപ്പേള ഡച്ച് റോസ് എന്നാണ് അല്ലാണ്ട് അറിയപ്പെടുന്നത് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ പ്രീ ഓർഡറിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പ്ലാന്റാണ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ചുള്ള റേറ്റ് വരും. അപ്പോൾ ഈ റേറ്റ് വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് ഒക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ 1-2 കിട്ടുമ്പോൾ ഒത്തിരി ആളുകൾ, ഇപ്പോൾ വീഡിയോ കാണുന്ന 1000 പേരാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അതിലൊരു 500 പേരെങ്കിലും അത് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ റോസ് അത്രയും ഡിമാൻഡായിട്ട് വരുന്നതും ആ ഒരു റേറ്റിൽ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഒത്തിരി ഇങ്ങനെയുള്ള റോസുകളൊന്നും, എനിക്കും ഇതൊക്കെ അപൂർവമായിട്ട് അത്ഭുതമായിട്ടൊക്കെ കിട്ടുന്നതാണ്, അല്ലാതെ ഞാൻ ഓൾറെഡി ഓർഡർ കൊടുത്തിട്ടൊന്നും എടുക്കുന്നതല്ല കേട്ടോ. അപ്പോൾ നല്ലതേ തളിരൊക്കെ വരുന്നതുണ്ടോ, പുതിയ തളിര് വരുവാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നിങ്ങൾ കണ്ടോ, അവിടുത്തെ ഒരു ഇത് ഉണങ്ങിയും അതുപോലെ ഇവിടെ നിന്ന് കട്ട് ചെയ്തൊക്കെ പോയേക്കുന്നതുകൊണ്ടാണ് പുതിയ തളിര് വരുന്നത്. നമ്മുടെ റോസ് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് റോസ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ ആയിട്ടൊരു തളിര് പൊട്ടിമുളച്ച് വരുന്നത് കാണാം. അപ്പോൾ അടിപൊളി പ്ലാന്റ്സ് ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രീ ബുക്ക് ചെയ്യാം. കാരണം ഒരു പ്ലാന്റേ ഉള്ളൂ, എല്ലാവർക്കും തരാനുള്ളതില്ല. പ്രീ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. പ്രീ ഓർഡർ ചെയ്തവർക്കൊക്കെ പ്ലാന്റ്സ് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ റോസിൻ്റെ സീസൺ ആണെങ്കിൽ പോലും ഒരു പ്രശ്നമുണ്ട്. നമുക്കിപ്പോൾ റോസ് എടുക്കുന്ന സ്ഥലത്തൊക്കെ മഞ്ഞുള്ളതുകൊണ്ട് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഏഞ്ചൽ ഫേസ് റോസ് ആണ്. പർപ്പിൾ റോസിൻ്റെയൊക്കെ ഒരു വെറൈറ്റിയിൽ വരുന്ന ഒരു അടിപൊളി റോസാണ് ഏഞ്ചൽ ഫേസ് റോസ്. ഏഞ്ചൽ ഫേസ് റോസിൻ്റെയൊക്കെ അടിപൊളി വീഡിയോസൊക്കെ ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. ആളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഏഞ്ചൽ ഫേസ് റോസ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് അത്യാവശ്യം റേറ്റുള്ള ഒരു റോസാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ ഈ റോസ് എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതല്ല കേട്ടോ. അപ്പോൾ ഈ റോസിൻ്റെ ഒരു മദർ പ്ലാന്റ് വന്നിട്ടുള്ളത് സെയിലിനായിട്ട്, അല്ലാതെ നമുക്ക് പ്രീ ബുക്കിങ്ങിനുള്ളവർക്ക് കൊടുത്തിട്ട്. ഇതൊക്കെ പ്രീ ബുക്ക് വരുന്നതാണ്. പ്രീ ബുക്കിംഗ് കഴിഞ്ഞിട്ട് ഉള്ള പ്ലാന്റാണ് ആ സെയിലിനായിട്ട് ഒരെണ്ണം വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് സെയിലിനായിട്ട് ആ പ്ലാന്റ് പോവുകയുള്ളൂ കേട്ടോ. അതാണ് പ്രീ ഓർഡറിൻ്റെ ഗുണം എന്ന് പറയുന്നത്. ഇത് നോക്കൗട്ട് റോസ് ആണ് കേട്ടോ. നോക്കൗട്ട് റോസിൻ്റെ വൈറ്റാണ് ഈ ഷെയ്ഡ് വരുന്നത്. വൈറ്റും ഒരു യെല്ലോ, ഒരു പെയിൽ യെല്ലോ കളറ്. ഇത് വീഡിയോയിലായി യെല്ലോ ഷെയ്ഡ് വരാത്തതാണ് കേട്ടോ. ഒത്തിരി ഭംഗിയുള്ളൊരു നാടൻ സുന്ദരി അടിപൊളി റോസാണ് കേട്ടോ. നല്ല പ്ലാന്റാണ് വന്നിട്ടുള്ളത്. നിറച്ച് പൂക്കളായിട്ട് നിൽക്കുവാണ്. ഇപ്പം നിങ്ങൾക്ക് തരുന്ന സമയത്ത് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കൂടിയും ഒരുപാട് മുട്ടൊക്കെ വിരിഞ്ഞിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. നോക്കൗട്ട് റോസൊക്കെ ഞാൻ ഒത്തിരി സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒത്തിരി നാളുകൾക്ക് ശേഷം വന്നിരിക്കുവാണ്. നല്ല അടിപൊളി പ്ലാന്റാണ് കേട്ടോ. പൂവൊക്കെ കണ്ടോ, നല്ല ഭംഗിയുള്ള റോസാണ്. തേനീച്ചകളൊക്കെ ഞാൻ അനക്കി കൊടുത്തിട്ട് പോലും പോകുന്നില്ല, അതേ രീതിയിൽ വന്നിരുന്ന് തേനൊക്കെ കളക്ട് ചെയ്യുവാണ്. നല്ലൊരു ഭംഗിയുള്ള നാടൻ റോസാണ്. കൂടുതലും തേനീച്ചകളാണെങ്കിലും വണ്ടാണെങ്കിലും ഒക്കെ ഇപ്പോൾ ആക്രമിക്കാനാണെങ്കിൽ പോലും, ഇങ്ങനെ സ്നേഹിക്കാനല്ലെങ്കിൽ പോലും ആക്രമിക്കപ്പെടാനും ഇവരാണ്, ഈ നാടൻ റോസുകളാണ് എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. കാരണം ഇവരാണ് എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്നത് കൂടുതൽ. അവർക്ക് അതിൻ്റേതായ ഗുണങ്ങളുണ്ടല്ലോ, ആ ഒരു ഗന്ധമൊക്കെ വെച്ചിട്ടാണ് അവരിങ്ങനെ അട്രാക്റ്റ് ചെയ്യുകയും വരുന്നിങ്ങനെ അറ്റാക്ക് ചെയ്യുകയും ഇതുപോലെ സ്നേഹിച്ചൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നല്ല റോസ് പ്ലാന്റ് ആണ് നോക്കൗട്ട് റോസ്. നല്ലൊരു നാടൻ വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ ഇതും മദർ പ്ലാന്റ് ആണ്. ഇതിനൊന്നും ചെറിയ സൈസ് കിട്ടുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് കൊണ്ടുവരാത്തത്. അതൊക്കെ മദർ പ്ലാന്റ് ആണ്. ഇത് ഹവായി വൈറ്റ് ആണ്, പ്രീ ഓർഡർ ഉള്ളതാണ്. അപ്പോൾ ഞാനിത് കാണിക്കാൻ കാരണം നമുക്ക് പ്രീ ഓർഡറിൽ പോകാനിരിക്കുന്ന നല്ലൊരു വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണിത്. ഇത് പാക്ക് ചെയ്യണമെന്ന് ഇപ്പോൾ മാം ഓർഡർ ചെയ്തിട്ട് 3 മാസം ആവുന്നു കേട്ടോ പ്രീ ബുക്കിങ്ങിൽ. കാരണം നമുക്ക് ഹവായി വൈറ്റ് റോസ് വരാഞ്ഞിട്ടല്ല, ആ മാം ഓർഡർ ചെയ്ത ആ ഒരു റേറ്റിലുള്ള പ്ലാന്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ 3 മാസം എടുത്തത് കേട്ടോ കൊടുക്കാനായിട്ട്. നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ്. ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട് കണ്ടോ. എനിക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിപ്പമായിട്ടല്ല കേട്ടോ ഇത് തോന്നുന്നത്. നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണ്. ഞാനിത് വീഡിയോ നോക്കുമ്പോൾ എനിക്ക് വളരെ ചെറിയൊരു പ്ലാന്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഒത്തിരി വലിപ്പമുള്ളൊരു റോസ് പ്ലാന്റ് ആണ് ഇത്. നമുക്ക് വേരൊക്കെ പുറത്ത് ചാടി ഇതിൻ്റെ അതുപോലെ വേരൊക്കെ ഇളക്കിയെടുക്കാൻ നല്ല പാടാണ് പോട്ട് ചെയ്ത് ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ ആട്ടോ. അപ്പോൾ നല്ല ഒരു വലിപ്പമുള്ളതാണ്. പിന്നെ ഞാനിത് നിങ്ങളെ കാണിക്കുന്നത് ഒത്തിരി തളിരുകൾ വരുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. നമ്മൾ അതിലുണ്ടാവുന്ന പൂക്കളൊക്കെ കട്ട് ചെയ്ത് കളയുമ്പോൾ പെട്ടെന്ന് തന്നെ ഹവായി വൈറ്റിലൊക്കെ പെട്ടെന്ന് തന്നെ തളിരുണ്ടാവും. DAP കൊടുക്കണം കേട്ടോ. വലിയ ഫ്ലവർ ഉണ്ടാണെങ്കിൽ DAP കൊടുക്കണം. അടുത്തത് ക്രീപ്പർ റോസ് ആണ്. ക്രീപ്പർ റോസിൻ്റെ മദർ പ്ലാന്റ് ആണ് ഈ കാണിക്കുന്നത്. നല്ല ഹൈറ്റിൽ പോയിട്ടുള്ള നല്ല ആരോഗ്യമുള്ളൊരു ക്രീപ്പർ റോസാണ്. ഈ ഒരു വലിപ്പത്തിലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും. നമ്മളിപ്പോൾ ചെറിയ റോസൊക്കെ വാങ്ങി വെക്കുന്നതിനേക്കാളും ഗ്രോത്ത് കിട്ടും ഈ ഒരു വലിപ്പത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ കുറച്ചൊന്ന് താത്തി കട്ട് ചെയ്യണം ഇത്, എന്നാലാണ് ഒന്ന് തളിര് വരുള്ളൂ. എന്നാലും ഗ്രോത്ത് പെട്ടെന്ന് ഉണ്ടാവും ഈ ഒരു ഇത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് സൈസ് മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ഇത് നല്ലൊരു വെറൈറ്റി ആട്ടോ, സിംഗിൾ അല്ല ഡബിൾ പെറ്റൽ കേട്ടോ, സിംഗിൾ പെറ്റൽ അല്ല ഡബിൾ പെറ്റൽ ബട്ടർഫ്ലൈ റോസ് ആണത്. നല്ല ഭംഗിയാണ്, കൊല കുത്തി പൂവുണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് കൊല കുത്തി പൂവുണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 2-3 ദിവസമായി ഈ ഒരു പ്ലാന്റ് അല്ല ഈ ചെടികളൊക്കെ നമ്മുടെ വീട്ടിലെത്തിയിട്ട്. പക്ഷേ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ടും വന്നു. കണ്ടോ, ഒത്തിരി പൂവ് വിരിഞ്ഞു. ഞാൻ ആദ്യം കാണിച്ചിട്ട് നിങ്ങൾ ഈ പൂവ് കണ്ടില്ല, കാരണം മൊട്ടായിരുന്നു. അപ്പോൾ അതേ പൂവൊക്കെ വിരിഞ്ഞ് താണ്ട് ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ഒരു ബീറ്റ്റൂട്ട് പോലത്തെ ഒരു കളർ കയറി വരുന്നുണ്ട് ഇടയ്ക്ക്. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഷെയ്ഡിലോട്ട് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ക്രീപ്പറാണ്. ഇതിൻ്റെ ഏറ്റവും ബിഗ് സൈസാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ മദർ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് ഇതിൻ്റെ മദർ പ്ലാന്റ്സ് സ്റ്റാർട്ടിങ് സൈസ് ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ക്രീപ്പർ വെറൈറ്റി. അതുപോലെ തന്നെ ബീബോപ്പ് ഇപ്പോൾ വരുന്നില്ല കേട്ടോ, വലിയ പ്ലാന്റ്. ബീബോപ്പ് വെറൈറ്റി നല്ല വിരിഞ്ഞു കഴിഞ്ഞാൽ ചെമ്പരത്തി പൂവ് നിൽക്കുന്ന പോലെ നിൽക്കുന്ന സിംഗിൾ പെറ്റലാണല്ലോ, നല്ലൊരു റോസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോർമൽ സൈസ് പ്ലാന്റ് കേട്ടോ. തൊട്ടടുത്ത് ഇട്ട് ഞാൻ കണ്ടോ, ഇതും വലിയ പ്ലാന്റ് തന്നെ കണ്ടോ. ഒരു സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്താലും നിൽക്കുള്ളില്ല, ഇങ്ങനെ താന്നു പോകും. നല്ല പ്ലാന്റ്സ് ആണ്, എന്നാൽ അത്യാവശ്യം നേരെയൊക്കെ സ്റ്റഡിയായിട്ട് നിൽക്കാനും അവർക്ക് പറ്റും കേട്ടോ. ഇത് ഭംഗിയാണല്ലേ ഫ്ലവർ കാണാനായിട്ട്, ഒത്തിരി പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന. അപ്പോൾ ഇത് നമുക്ക് സെയിലിനായിട്ടുള്ളതാണ് കേട്ടോ. നല്ല അടിപൊളി റോസാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. പിന്നെ വേറെ എന്താണ്, എനിക്ക് പിന്നെ പറയാനുള്ളത്, കോൾസ് വഴിയല്ല കേട്ടോ ഓർഡർ എടുക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കോൾസ് ഒഴിവാക്കുക. എനിക്കിപ്പോൾ കൂടി ഒത്തിരി കോൾസുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കോൾസ് ഒഴിവാക്കുക. ഒന്നാമത് നമ്മൾ കോൾസ് വഴിയല്ല ഓർഡർ എടുക്കുന്നത്, മെസ്സേജ് വഴിയാണ്. കോൾ വഴി ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല ഓർഡർ എടുക്കാൻ. നിങ്ങൾ ചോദിച്ചാൽ പോലും എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു മറുപടി പറയാൻ പറ്റില്ല. ആ സമയത്ത് നിങ്ങൾ മെസ്സേജ് വഴി സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എനിക്ക് ഓർഡർ എടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില കസ്റ്റമേഴ്സ് പ്ലാന്റ് ഉണ്ടോ എന്നിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയല്ലോ, അതിനുവേണ്ടി വിളിക്കുന്നവരുണ്ട്. നമുക്ക് ഒത്തിരി പേരാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒത്തിരി പേരെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്ലാന്റ് ഉണ്ടോ എന്നൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി അങ്ങനെയല്ല കേട്ടോ, നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുക. അപ്പോൾ അതിന് റിപ്ലൈ തരുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് റെഡ് പിനോക്കിയോ റോസ് ആണ് കേട്ടോ. റെഡ് പിനോക്കിയോ റോസിൻ്റെ അടിപൊളി പ്ലാന്റ്സ് ആണ് നമുക്ക് വരുന്നത്. നിങ്ങൾക്ക് സൈസൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ. റെഡ് പിനോക്കിയോ ഒരു ക്ലൈംബ് ചെയ്ത് മുകളിലോട്ട് ഒക്കെ പോയി നിൽക്കുവാണ്, സ്റ്റിക്കില്ലാണ്ട് നമുക്ക് നിർത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. അടിപൊളി പ്ലാന്റാണ് വന്നിട്ടുള്ളത്, ഒന്നും പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത്രയും മനോഹരമായിട്ടുള്ള റോസ് പ്ലാന്റ് ആണ് റെഡ് പിനോക്കിയോ. പിന്നെ ഈ റെഡ് പിനോക്കിയോ ഒക്കെ വാങ്ങി വെക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഈ റെഡ് പിനോക്കിയോ റോസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ളൊരു റോസാണ്. നമ്മൾ എങ്ങനെ അയച്ചാലും ചുമ്മാ വെറുതെ വലിച്ചെറിഞ്ഞിട്ടാൽ പോലും അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പം അങ്ങനെയുള്ള റോസൊക്കെ നിങ്ങൾ കൊറിയർ വഴി വാങ്ങുമ്പോൾ നന്നായിട്ട് നോക്കി വളർത്തുക. പെട്ടെന്ന് നിങ്ങൾക്കൊരു റോസിൻ്റെ ഒരു വലിയൊരു റോസാ ചെടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു പ്ലാന്റാണ് റെഡ് പിനോക്കിയോ. അപ്പോൾ ഓൺലൈൻ വഴി വാങ്ങിക്കഴിഞ്ഞാൽ നശിപ്പിക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ വലിപ്പമുള്ള പ്ലാന്റ്സ് ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇരിക്കും. ഞാൻ എൻ്റെ ഗാർഡനിൽ ഏറ്റവും ഫസ്റ്റ് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുത്തത് റെഡ് പിനോക്കിയോൻ്റെ ട്രീ റോസ് ആയിരുന്നു. നല്ല അടിപൊളി ഒരു ട്രീ റോസാണ് ഞാൻ സമ്മാനമായിട്ട് കൊടുത്തത്. അവരത് ആ ഒരു കസ്റ്റമർ എന്ന് പറയാൻ പറ്റില്ല, അതെൻ്റെ ഒരു എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളാണ് കേട്ടോ. എൻ്റെ ഒരു ചേച്ചിയെ പോലെ പ്രിയപ്പെട്ട ഒരാളാണ്. എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും റോസ് വാങ്ങുന്നതാണ്. അപ്പോൾ റെഡ് പിനോക്കിയോ റോസ് ഇപ്പോൾ ഞാൻ അപ്ഡേഷൻ ചോദിച്ചിട്ടില്ല, അത് 1 വർഷത്തിന് മുന്നേ ഉള്ള കാര്യമാണ്. ഒത്തിരി ഫ്ലവറൊക്കെ ഉണ്ടായിന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, പിടിച്ച് കിട്ടി അവർക്കത്. അപ്പോൾ നല്ല റോസാണത് നന്നായിട്ട്. ഇപ്പോൾ റെഡ് പിനോക്കിയോ മാത്രമല്ല, ഒത്തിരി റോസുകൾ വലിപ്പമുള്ള പ്ലാന്റ്സ് ഒക്കെ മേടിച്ച് സ്ഥിരം പ്ലാന്റുകൾ വാങ്ങുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കുക, എന്ത് മനോഹരമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഒരിക്കലും ഒരു നോർമൽ ഈ വലിപ്പമുള്ള പ്ലാന്റിൻ്റെ ഒരു ഇത് അങ്ങനെയാണ്. ഇപ്പം ഞാൻ നോർമൽ സൈസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്ലാന്റ് സൈസേ അല്ല കേട്ടോ വരുന്നത്. ഞാൻ അങ്ങനെ എടുത്തെടുത്ത് പറയാൻ കാര്യം, ഇത്രയും വലിപ്പമുള്ള പ്ലാന്റൊക്കെ 150 എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഇപ്പം ഈ റെഡ് പിനോക്കിയോ റോസ് പാക്ക് ചെയ്ത് അയക്കണമെങ്കിൽ പോലും ഒരു പ്ലാന്റിന് എനിക്ക് തോന്നുന്നു ഒരു 180 റുപ്പീസ് അല്ലെങ്കിൽ ഒരു 200 റുപ്പീസ് എങ്കിലും നല്ല മണ്ണ് വെച്ച് അയക്കുമ്പോൾ കൊറിയറിനാവും. അത്രയും വലിയ ബോക്സിൽ ഇത് വരുന്നത്. അതിലും കൊറിയർ ചാർജ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പ്ലാന്റ് റേറ്റും കൂടി ഇട്ടിട്ട് സെയിൽ ചെയ്യുന്നത് കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ നല്ല പ്ലാന്റ്സ് ആണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. എത്ര മുട്ടകളാണെന്നൊക്കെ അറിയോ, ഇതൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞു. ഇപ്പോൾ ഇത് വിരിഞ്ഞ് ഫുള്ള് നിൽക്കുന്നുണ്ട്. എനിക്കത് എടുക്കാനുള്ളൊരു ടൈമോ അങ്ങനെയുള്ളൊരു ഇതേ ഇല്ല. ഇതിപ്പോൾ നേരത്തെ എടുത്ത് വെച്ചൊരു വീഡിയോ ആയതുകൊണ്ട് വോയിസ് കൊടുക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പോലുള്ള ടൈം പോലും ഇല്ല. ഇതൊക്കെ നല്ല ടൈം കൊടുത്ത് നിന്ന് വീഡിയോ എടുക്കുന്നതാണ്. ഓരോ സ്ഥലത്തുനിന്ന് ചെടികൾ എടുത്തുകൊണ്ട് വന്ന് വയ്ക്കുന്നു. എനിക്കറിയാം ഈ വീഡിയോയുടെ ലെങ്ത്ത് തന്നെ നല്ല കൂടി പോകുന്നുണ്ട്, ഒരു സെയിൽ വീഡിയോ ആയിട്ട് പോലും. പക്ഷേ
ഞാൻ സംസാരിച്ച് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് റെഡ് പിനോക്കിയോൻ്റെ അടിപൊളി പ്ലാന്റ്സ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക കേട്ടോ. ഇത്രയും വലിയ പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഒരിക്കലും ഇത് വാങ്ങണം എന്ന് ഞാൻ പറയില്ല, കാരണം മദർ പ്ലാന്റ്സ് ആണ്, റേറ്റ് ഉണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങുക, ഇല്ലെങ്കിൽ നോർമൽ സൈസ് റെഡ് പിനോക്കിയൊക്കെ നോർമൽ സൈസ് വാങ്ങിയാലും നന്നായിട്ട് പിടിച്ചു കിട്ടുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് പീസ് ആൻഡ് ലവ് പോലെ തന്നെ ഇരിക്കുന്നത്. പീസ് ആൻഡ് ലവ് അല്ല, ഇനി പീസ് ആൻഡ് ലവിൻ്റെ വേറെ എന്തെങ്കിലും വെറൈറ്റി ആണോ എന്ന് അറിയില്ല കേട്ടോ. ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല. പീസ് ആൻഡ് ലവ് എന്ന് പറഞ്ഞാൽ ഇത്രയും കട്ടിയുള്ള ലീവ്സും സ്റ്റെംസും ഒന്നും അല്ല. ഇത്തിരി പീസ് ആൻഡ് ലവ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വാടി തളർന്നൊക്കെ കിടക്കുന്ന പോലത്തെ എന്ന് വെച്ചൊരു വെറൈറ്റിയാണ്. നമ്മൾ അത്യാവശ്യം സ്റ്റിക്കൊക്കെ കൊടുത്ത്, ഇത്രയും വളർന്ന മദർ പ്ലാന്റ് ആണെങ്കിൽ സ്റ്റിക്കൊക്കെ കൊടുത്ത് വെച്ച് വളർത്തുന്ന ഒരു പ്ലാന്റ് ആണ്. പക്ഷേ ഇതങ്ങനെ ഒരു വെറൈറ്റി അല്ല. എന്നാൽ പീസ് ആൻഡ് ലവ് പോലെ തന്നെയാണ്. ഫ്ലവർ ആണെങ്കിലും പെറ്റൽസ് നല്ല കട്ടിയുണ്ട്. പീസ് ആൻഡ് ലവിൻ്റെ കട്ടി കുറഞ്ഞ പെറ്റൽസ് ആണ് കേട്ടോ. പക്ഷെ അതിൽ കാണുന്ന അതേപോലെ തന്നെ കളർ ചേഞ്ചും ആ ഒരു മിക്സായിട്ട് കുറച്ച് കളർ കോമ്പിനേഷനൊക്കെ വരുന്നുണ്ടല്ലോ, അതെല്ലാം ഇതിലുണ്ട്. പക്ഷേ പീസ് ആൻഡ് ലവിനേക്കാളും കുറച്ചും കൂടി ബ്രൈറ്റായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു റോസാണ്. യെല്ലോ, ഓറഞ്ച്, റെഡ് എല്ലാം ചേർന്ന ഒരു റോസാണ് കേട്ടോ. ടെക്ലിയ അല്ല കേട്ടോ. ടെക്ലിയ നല്ല വ്യത്യാസമുണ്ട്. ഞാനിതിൽ ടെക്ലിയ റോസ് കാണിക്കുന്നുണ്ട്. അടിപൊളി പ്ലാന്റ്, ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. പീസ് ആൻഡ് ലവ് പോലെ തന്നെ എന്നാൽ അതിനേലും കുറച്ചും കൂടി കളർഫുള്ളായിട്ടുള്ള ഒരു റോസ് പ്ലാന്റ് ആണ്. ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ഒരു പ്ലാന്റ്. ഇനി അടുത്തത് സിൽവർ ലൈൻ റോസിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ റോസൊക്കെ നമുക്ക് സെയിലുണ്ട്. ഞാൻ കൂടുതലും എപ്പോഴും കോമൺ ആയിട്ടുള്ള റോസ് വീഡിയോസിൽ കാണിക്കാറില്ല കേട്ടോ. അതാണ് കുറേ ആളുകൾക്കൊക്കെ സംശയം, അങ്ങനെ ഉണ്ടോ റോസ്, കുറഞ്ഞ റോസ് ഉണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ടൊക്കെ വരുന്ന കേട്ടോ. അത് സിൽവർ ലൈൻ റോസിൻ്റെയൊക്കെ 150 റോസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഒരു നോർമൽ സൈസ് പ്ലാന്റൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇനി അടുത്തത് പീച്ച് റോസ്, നാടൻ പീച്ച് റോസാണിത്. ഒത്തിരി ആളുകൾ മേടിക്കുന്നതാണ്. ഇതും നമുക്ക് 100 രൂപ മുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു റോസ് പ്ലാന്റ് ആണ്. ഇത് ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ വലിയ പ്ലാന്റ് വരെ നമ്മൾ സെയിലിന് ഇട്ടു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവർ ഇതുപോലെ ചിന്തിച്ചേക്കുന്നത് ആ സമയത്ത് റേറ്റ് ചോദിച്ചിട്ട് ചിന്തിച്ചിട്ടുള്ളത് ആ ഒരു റേറ്റിന് മാത്രമേ ഈ പ്ലാന്റ് ഉള്ളൂ എന്നായിരിക്കും. പക്ഷേ ഈ റോസിൻ്റെയൊക്കെ വാങ്ങിയവർക്കറിയാം 100 രൂപ തൊട്ടുള്ള പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ. ചില സമയത്ത് അത് സ്റ്റോക്ക് ഔട്ട് ആവുന്നതുകൊണ്ടാണ് സ്റ്റോക്ക് ഔട്ട് എന്നൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ ഇത് ഒരു ടീ വെറൈറ്റി റോസ്, ഹൈബ്രിഡ് ടീ വെറൈറ്റി റോസ് തന്നെയാണ്. ചെറിയ പൂക്കളുണ്ടാകുന്ന അടിപൊളി റോസാണ്. ഇതൊക്കെ എപ്പോഴും കിട്ടുന്ന ഒരു വെറൈറ്റി അല്ല. ഒരു വൈറ്റ് ഷെയ്ഡും ബീട്രൂട്ട് കളറൊക്കെ ചേർന്ന് വരുന്ന ഒരു നല്ല അടിപൊളി വെറൈറ്റി റോസാണ് കേട്ടോ അത്. അടുത്ത ടെക്കിലിയ സൺറൈസ് റോസാണ്. ഇത് നമ്മൾ 150 പ്ലാന്റൊക്കെ ഒത്തിരി സെയിൽ ചെയ്താണ് കേട്ടോ. അതിൻ്റെ മദർ പ്ലാന്റാണ് വന്നിട്ടുള്ളത്. അടിപൊളി റോസാണ്. മെറൂൺ ഷെയ്ഡും, മെറൂണല്ല ഒരു റെഡ്, നമുക്ക് മെറൂൺ എന്ന് പറയാം. മെറൂണും പിന്നെ ഒരു മഞ്ഞയും ഓറഞ്ചും ചേർന്ന്. ഇതും നിങ്ങൾ പീസ് ആൻഡ് ലവ് ആണെങ്കിൽ ഞാൻ തൊട്ട് മുമ്പ് കാണിച്ച റോസ് ഫ്ലവർ ആണെന്ന് നോക്കും. ഇത് ഓർക്കും ഇത് 3 വ്യത്യാസമുള്ള പ്ലാന്റ്സ് ആണ്. നിങ്ങൾ ഒന്നും കൂടി വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. 3 വ്യത്യാസമുള്ള പ്ലാന്റ്സ് ആണ്. അടിപൊളി റോസാണ് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുള്ള റോസ്. ശരിക്കും നമ്മുടെ സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു കളറൊക്കെ ആ ഒരു ഇതുള്ളതുകൊണ്ടായിരിക്കാം ടെക്കിലിയ സൺറൈസ് റോസ് ഇതിന് പേര് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയുള്ള ഫ്ലവറാണ്. കണ്ടോ, നിങ്ങൾക്കതിൽ കാണാം. ഒരു മറൂൺ ഷെയ്ഡും ആ യെല്ലോയൊക്കെ വന്നിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള റോസാണിത്. ഇനി അടുത്തത് നമ്മുടെ പനിനീർ റോസ്. ഈ ഒരു പനിനീർ റോസ് ചോദിച്ചിട്ട് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് എടുത്ത് റിപ്ലൈ കൊടുക്കാനായിട്ട് കഴിയാത്തതുകൊണ്ടാണ്. കാരണം ഒരുപാട് മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. റിപ്ലൈ കൊടുക്കണമെങ്കിൽ താഴെ തൊട്ട് നമ്മൾ എടുത്ത് തുടങ്ങിയാണ് നിങ്ങൾക്ക് മെസ്സേജ് കിട്ടുള്ളൂ. അപ്പോൾ ഈ റോസ് ചോദിച്ചവർ, ഇത് നമ്മുടെ നാടൻ പനിനീർ റോസാണ്. നല്ല സുഗന്ധമുള്ള പനീർ റോസാണ്. ഇതിൻ്റെ ഈ ഒരു കളറും ഉണ്ട്, മജന്ത ഷെയ്ഡും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് മദർ പ്ലാന്റ് ആണ്. ഈ റോസൊക്കെ 120 തൊട്ട് അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോൾ മദർ പ്ലാന്റ് നിങ്ങൾ നോക്കുക, ബഡൊക്കെ അതിൽ ചേർന്ന ഒരു ഓൺ റൂട്ട് പോലെയൊക്കെ ആയ റോസാണ് ഇത്. അതാണ് മദർ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. റൂട്ട്സും കൂടുതലായിരിക്കും. പിന്നെന്താണ്, അതുപോലെ തന്നെ അതിൽ വേരുകളൊക്കെ ഇങ്ങനെ ബഡൊക്കെ നന്നായിട്ട് ചേർന്നിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓൺ റൂട്ട് വേണ്ടവർക്ക് ഓൺ റൂട്ട് ഓർഡർ ചെയ്യാം. നാടൻ ബഡ്ഡിങ് വേണ്ടവർക്ക് നാടൻ ബഡ്ഡിങ് ഓർഡർ ചെയ്യാം. നാടൻ ബഡ്ഡിങ്ങിലാണ്ടോ ഞാൻ പെട്ടെന്ന് ഫ്ലവറുകൾ ഒരുപാട് ഉണ്ടായി കണ്ടിട്ടുള്ളത്. ഓൺ റൂട്ടിനേക്കാളും ഓൺ റൂട്ടൊക്കെ ഒത്തിരി വളർന്ന് പോകുന്നതാണ് കണ്ടിട്ടുള്ളൂ. ഫ്ലവർ ഉണ്ടാകുന്ന അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ നാടൻ ബഡ്ഡിങ്ങിലാണ് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്നത്. അപ്പോൾ നാടൻ ബഡ്ഡിങ്ങാണ് കൂടുതലും നമ്മളതൊക്കെ സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നാടൻ ബഡ്ഡിങ്ങിൽ നിങ്ങൾ വാങ്ങി നട്ട് നോക്കുക. ഓൺ റൂട്ട് വാങ്ങി ഉണ്ടാവാതിരിക്കുന്നവരുണ്ടെങ്കിൽ നാടൻ ബഡ്ഡിങ് ഒന്ന് വാങ്ങി നട്ട് നോക്കുക. നല്ല അടിപൊളി റോസാണ്. ഇതൊക്കെ എപ്പോഴും ഡിമാൻഡുള്ള റോസ്. ഒരിക്കലും ഇതൊരു നാടൻ റോസ് ആണെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ ഇതിൻ്റെ ഒരു സെയിലിൽ ഒരു ഇടിവ് വന്നിട്ടില്ല. അത്രയും ആളുകൾ വാങ്ങുന്ന ഒരു റോസ് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും റോസ് പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. അതുപോലെ വീഡിയോ കൃത്യമായിട്ട് കണ്ടിട്ട് മെസ്സേജ് അയക്കുക.
പിന്നെ ഗ്രീറ്റ് മെസ്സേജ് കിട്ടുന്നത് വായിച്ച് നോക്കുക. കോൾസ് ഒഴിവാക്കുക. നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട്, ഞാൻ മെസ്സേജ് വഴിയാണ് ഓർഡർ എടുക്കുന്നത്. റിപ്ലൈ കിട്ടാൻ വൈകിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കുറച്ച് അത്യാവശ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് റിപ്ലൈ കിട്ടാൻ വൈകുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ മെസ്സേജ് നോക്കുക. അതുപോലെ കൊറിയർ അയക്കാനായിട്ട് കുറച്ച് ഡിലേ ഉണ്ട്. കാരണം ഇതാണ് എൻ്റെ അവസ്ഥ. ഇങ്ങനെ കൊറിയർ അയക്കാൻ ഡിലേ എന്തുകൊണ്ടാണെന്ന് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ അവസ്ഥ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുമല്ലോ ഇതെന്താണ് റിപ്ലൈ കിട്ടാത്തത്, ഇന്ന് എൻ്റെ കൊറിയർ വരണ്ടാണ്. ഇപ്പോൾ 20 ഡേയ്സ് കഴിഞ്ഞവരൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉള്ളൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളെൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. എന്തായാലും ഞാൻ സമയം കിട്ടുന്നത് പോലെ പാക്ക് ചെയ്യാൻ ശ്രമിക്കും. എൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് ദൂരത്താണ് ഈ ഹോസ്പിറ്റൽ. എൻ്റെ അച്ഛനെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽ കുറച്ച് ദൂരമാണ്. ട്രാവലിംഗ് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് എനിക്ക് കുറച്ച് ഈ പാക്കിങ്ങിനൊക്കെ ഡിലേ വരുമെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇന്ന് തിങ്കൾ മുതൽ നമുക്ക് പാക്കിംഗ് ഉള്ളതായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് അയച്ചിടുക. പ്ലാൻസ് അത് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ് കേട്ടോ. പ്ലാൻസും നമുക്ക് സ്റ്റോക്കുള്ള പോലെ തരുന്നതായിരിക്കും. ഇപ്പം ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.